കലാമണ്ഡലത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു. ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും 1ാം റാങ്ക് ജേതാവാണ്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ നൃത്ത അധ്യാപകനായി ആദ്യ പുരുഷ അധ്യാപകനായി അല്പസമയങ്ങൾക്ക് മുൻപാണ് നമ്മുടെ എല്ലാം സ്വന്തം കലാഭവമണിയുടെ സഹോദരനായിട്ടുള്ള പ്രശസ്ത നൃത്ത അധ്യാപകൻ കലാകാരൻ RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചത് അഭിമാനകരമായൊരു നിമിഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം ഒരു കലാകാരൻ്റെ യാത്രകൾ, അതായത് ദുരിതം പിടിച്ച യാത്രകളിലൂടെയാണ് നമ്മളിവിടെ വന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ നൃത്ത വിഭാഗത്തിൽ ആദ്യമായിട്ടൊരു പുരുഷ അധ്യാപകനെ നിയമിക്കുന്നു. അതോടൊപ്പം ഭരതനാട്യ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയതായിട്ട് ആരംഭിക്കുന്നു. അപ്പോൾ നേരത്തെ കലാമണ്ഡലം തുടങ്ങിയ കാലങ്ങളിൽ രാജരത്ന മാസ്റ്റർ, ARR ഭാസ്കർ തുടങ്ങിയിട്ടുള്ള ആളുകളായിരുന്നു ഇവിടുത്തെ അധ്യാപകരായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരുടെയൊക്കെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഇന്ന് ഇവിടെ പഠിപ്പിക്കാൻ ഒരു നിയോഗം ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു അക്കാഡമിക്കലി ഒരു അംഗീകാരമാണ് ഒരു കലാമണ്ഡലം പോലൊരു സ്ഥാപനത്തിൽ നമുക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ചില വിവാദങ്ങൾ ഉണ്ടായപ്പോൾ കലാമണ്ഡലവുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. RLVക്ക് കലാമണ്ഡലവുമായി ബന്ധമുണ്ടോ? ഇപ്പോൾ RLV കലാമണ്ഡലത്തിലെ അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ആ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമീപകാല സംഭവങ്ങളെ അടക്കം ഓർത്തെടുക്കുമ്പോൾ പറയാനുള്ളത്? നമ്മൾ വിവാദങ്ങൾക്ക് പ്രസക്തിയില്ല. നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. ഒരു കലയും അല്ലെങ്കിൽ ഒരു പുതിയൊരു സംഭവമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് കലാരംഗത്ത് ജീവിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കൽപ്പിത സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്? കുട്ടികളുടെയൊക്കെ അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ ഏത് നിലയിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഇതൊരു കലാസ്ഥാപനം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കാലടി സർവകലാശാലയിലും RLVയിലൊക്കെ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അക്കാഡമിക്കൽ ലെവൽ നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് കലാമണ്ഡലമാകുമ്പോൾ കല പഠിക്കുന്നൊരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാ പിന്തുണയും ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അധ്യാപന പരിചയം മുതൽക്കൂട്ടാകും ഈ ജോലിയിലല്ലേ? തീർച്ചയായും. ഏതായാലും ന്യൂസ് മലയാളത്തിൻ്റെ എല്ലാവിധ ആശംസകളും. അഭിമാനകരമായ നേട്ടമാണ് കൈവച്ചിരിക്കുന്നത്. മുന്നോട്ട് തുടരാനാവട്ടെ. ഏതായാലും RLV രാമകൃഷ്ണൻ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഈ പുതിയ നേട്ടം കൈവരിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ഏതായാലും കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല 2007 കൽപ്പിത സർവകലാശാലയായി പ്രാബല്യത്തിൽ വരുന്നത്. അതിനുശേഷം ഇവിടെ നൃത്ത വിഭാഗത്തിൽ നിയമിക്കപ്പെടുന്ന ആദ്യ പുരുഷ അധ്യാപകനാണ് എന്നുള്ളതും രാമകൃഷ്ണൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായി ഉയർത്തിക്കാട്ടാനാവും. കേരള കലാമണ്ഡലത്തിൽ നിന്നും സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.